മിസ്സേ, ഞാനൊരു മെഡിക്കൽ ആസ്പയറൻ്റ് ആണ്. എനിക്ക് ഡോക്ടർ ആകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രീ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ 10th കഴിയുമ്പോൾ തന്നെ ഞാൻ ശ്രമിക്കണോ? അതായത് +1 +2 ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കണോ? അത് ഏത് സ്ഥാപനത്തിലാണ് ഞാൻ ജോയിൻ ചെയ്യേണ്ടത്? ഇനി 12th കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ചോദിക്കും, മിസ്സേ റിപ്പീറ്റ് ചെയ്തത് ഉറപ്പായിട്ട് കിട്ടുമോ? എനിക്ക് ഉറപ്പായിട്ട് കിട്ടുമോ? എനിക്ക് 12th നല്ല മാർക്കുണ്ട്, അല്ലെങ്കിൽ ഫുൾ A+ ഉണ്ട്, ഫുൾ A1 ഉണ്ട്. അപ്പോൾ പക്ഷേ ഫസ്റ്റ് ചാൻസ് എനിക്ക് അധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ റിപ്പീറ്റ് ചെയ്തത് ഉറപ്പായിട്ട് കിട്ടുമായിരിക്കുമോ? കാര്യം +2 ഇത്രയും മാർക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള എൻക്വയറി സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതിന് അങ്ങനെ എൻക്വയറി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പ്രമുഖ സ്ഥാപനങ്ങളിലും ഒരുപാട് നാൾ വർക്ക് ചെയ്ത് അവിടുത്തെ കുട്ടികളുമായിട്ട്, അവിടുത്തെ പല കുട്ടികളുമായിട്ട്, അവിടെ ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടികളുമായിട്ടൊക്കെ ഉള്ള ഒരു കോൺടാക്റ്റ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് ഇൻസ്റ്റാ വഴിയും ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് ചാനൽ ഒക്കെ ആയിട്ടും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും കോൺടാക്റ്റ് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ സിബ്ലിങ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും, അവർ വഴിയായിരിക്കും എൻക്വയറി വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നതിലുപരി ഒരു കാര്യം മനസ്സിലാക്കുക, സ്ഥാപനം ഏതാണ് എങ്കിലും കുട്ടി വിചാരിച്ചാലേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും അവരുടേതായ രീതിയിൽ നല്ല രീതികളിൽ തന്നെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നതും. നീറ്റ് എക്സാമിനേഷന് ഹൈ റാങ്ക് അല്ലെങ്കിൽ ഹൈ സ്കോർ നേടിക്കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തോടെ തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളും റൺ ചെയ്യുന്നത്, അല്ലേ? അത് തീർച്ചയായിട്ടും ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വിചാരിച്ചാൽ മാത്രം കുട്ടിക്ക് റാങ്ക് വരണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഏത് സ്ഥാപനമാണെങ്കിലും അതിനകത്തുള്ള രീതികൾ, അവരുടെ സിസ്റ്റം ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അത് നമുക്ക് പ്രാവർത്തികമാക്കി അതങ്ങനെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് കുട്ടി വരികയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ +2 ഭയങ്കര മാർക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ 10th ഫുൾ A+ ആയിരുന്നു, അതുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് പഠിച്ചാൽ കിട്ടും എന്ന് അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ ചേരണം എന്നുള്ളത് നിങ്ങൾ ശരിക്കും അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. അതിനു മുന്നേ നിങ്ങളെ കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഏർപ്പെട്ട് അതിൻ്റേതായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ഓരോ കുട്ടിയും സ്വയം അനലൈസ് ചെയ്യുക. പാരൻസ് അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. കാര്യം പാരൻസിനാണ് തീർച്ചയായിട്ടും കുട്ടികളുടെ എന്താ പറയുക ഒരു ക്യാരക്ടർ കുറച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്ന പാരൻസിന് തന്നെ ആയിരിക്കും. അപ്പോൾ അവർക്കും ഇതിൻ്റേതായിട്ടുള്ള ഒരു അറിവ് തീർച്ചയായിട്ടും വേണം. അപ്പോൾ അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ, റീൽസ് അങ്ങനെയുള്ളത്, കാര്യം ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഓരോ സ്ഥാപനങ്ങളുടെയും അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ ഈവൻ അവരുടെ റാങ്കുകൾ, ഹൈ റാങ്കുകളൊക്കെ സ്കോർ ചെയ്ത കുട്ടികൾ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ അവിടെ കൊണ്ടൊന്ന് ആക്കിയാൽ ഉറപ്പായിട്ട് അവനും റാങ്ക് കിട്ടും അല്ലെങ്കിൽ അവൾക്കും റാങ്ക് കിട്ടുമെന്നൊന്നും ഒരു പാരൻറ്റും വിചാരിക്കരുത് കേട്ടോ. ആദ്യം നിങ്ങൾ ഈ അഡ്വർടൈസ്മെൻറ്റുകളിലൊന്നും തന്നെ വീഴാതിരിക്കുക. ഇപ്പോൾ പല റീൽസും പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് റീൽസ് എനിക്കും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് പിന്നെ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെയുള്ള റീൽസോ അല്ലെങ്കിൽ ആഡുകളോ കണ്ടിട്ട് വീണു പോകരുത്. സ്വന്തം കുഞ്ഞിൻ്റെ കഴിവ് മനസ്സിലാക്കുക, എത്രത്തോളം അവന് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം അവനൊരു ആഗ്രഹം ഉണ്ട് അതിനോട് എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളാണ് എങ്കിൽ കുഞ്ഞുങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് അനലൈസ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അസാധ്യമായ സിലബസോ അല്ലെങ്കിൽ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമോ ഒന്നും അല്ല ഇത് സംഭവം. +1 +2 സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ സാധാരണ ബോർഡ് എക്സാമിന് പഠിക്കുന്ന ഒരു രീതിയോ ഒന്നും അല്ല നമ്മൾ MCQ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെയുള്ളൊരു രീതിയല്ല വേണ്ട, അങ്ങനെ ഒരു പഠന രീതിയല്ല വേണ്ട. അത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഓരോ കുഞ്ഞും തീർച്ചയായിട്ടും സ്വയം അനലൈസ് ചെയ്യണം. എന്നിട്ട് മാത്രം അതുപോലെ ഒരു സ്ഥാപനം നിങ്ങൾ സെലക്ട് ചെയ്തു, അവിടെ ഓടിപ്പോയി ചെന്ന് ജോയിൻ ചെയ്യാതെ അവിടെ മുന്നേ പഠിച്ചിരുന്ന കുട്ടികളോട് ചോദിക്കുക, കുട്ടികളുടെ പാരൻസിനോട് കാര്യങ്ങൾ ചോദിക്കുക. കാരണം പഠിപ്പിക്കുക അല്ലെങ്കിൽ എക്സാം ഇടുക എന്നുള്ളത് മാത്രമല്ല, ഈവൻ നമ്മൾ അവരുടെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഹോസ്റ്റൽ എൻവയോൺമെൻറ്റ്, അവർ തരുന്ന ഭക്ഷണം, ഇതെല്ലാം തന്നെ നമ്മുടെ മാർക്കിനെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ മോണിറ്റർ ചെയ്യുന്നത്, വാർഡന്മാരുടെ അപ്രോച്ച് എല്ലാം തന്നെ, ക്ലാസ് ടീച്ചേഴ്സിൻ്റെ അപ്രോച്ച്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന രീതി, ഇതെല്ലാം തന്നെ നമ്മുടെ മാർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പക്ഷേ ഇതെല്ലാം താഴെ വരുന്നത് ഏതിൻ്റെ? ഓരോ കുട്ടിയുടെയും ആറ്റിറ്റ്യൂഡ്, പഠിക്കാനുള്ള കഴിവ്, പഠിക്കാനുള്ള ആഗ്രഹം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ്, ഇതിൻ്റെയൊക്കെ താഴെയാണ് ബാക്കി ഫാക്ടേഴ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ പറയുന്നത്, എന്തായിരുന്നാലും എനിക്ക് സ്ഥാപനങ്ങളെ അങ്ങനെ എടുത്തു പറഞ്ഞ് ഓരോന്നായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം പറ്റുകയല്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. കാരണം ഞാൻ ഓരോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എനിക്കറിയാമല്ലോ. ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ എനിക്ക് കേട്ടറിവേ ഉള്ളൂ, നേരിട്ടുള്ള അറിവൊന്നുമില്ല. പക്ഷെ ഞാൻ നിന്നിരുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ
തീർച്ചയായിട്ടും എനിക്ക് ഞാൻ പറയുന്നൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഈ കുട്ടികൾ മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട്, മിസ്സേ എനിക്കിങ്ങനെ അവിടെ നിന്നൊരു ജോലിക്കുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവിടെ ജോലി ചെയ്താൽ എങ്ങനെയാണ് മിസ് ഇത്രയും നാൾ അവിടെയൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളല്ലേ, അപ്പോൾ എന്താണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതും എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാം. ഇപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, 10th നല്ല മാർക്കൊക്കെ ഉണ്ടെന്ന് കരുതി നിങ്ങളൊരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ, അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ +1 +2 പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് തരികയാണ്, അന്നേരം പാരലായിട്ട് തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാതെ തന്നെ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ എൻട്രൻസും നമുക്ക് കിട്ടും. അങ്ങനെയുള്ള റിസൾട്ടുകൾ എന്നൊക്കെ പറഞ്ഞെല്ലാം നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്നുണ്ട്. പക്ഷേ എത്രത്തോളം കുട്ടികളിൽ നിന്നാണ് അത്രയും ഒരു പെർസെൻറ്റേജ് കുട്ടികൾക്ക് റാങ്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. ആ ഒരു പെർസെൻറ്റേജിൽ എന്നെ കൊണ്ട് വരാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കുക. അല്ലാതെ വെറുതെ ഈ ഒത്തിരി റാങ്കും അങ്ങനെയുള്ള ഫോട്ടോസും ബാനറുകളും ഫ്ലക്സും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വീണ് പോകരുത്. നിങ്ങൾ സ്വയം ഒരു അന്വേഷണം നടത്തണം കേട്ടോ. പാരൻസിനോട് എനിക്കതാ പറയാനുള്ളത്. അവിടെ പഠിച്ചിരുന്ന 1-2 കുട്ടികളോട് ചോദിച്ചാൽ പോരാ, ഒരുപാട് കുട്ടികളോട് സീനിയർ ആരെങ്കിലും ഒക്കെ അറിയെങ്കിൽ പല രീതിയിലുള്ള കോൺടാക്ട്സ് വഴി നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം വേണം നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുവന്ന് അവിടെ ജോയിൻ ചെയ്യിക്കാൻ. കാരണം ഇത് കുട്ടിയുടെ ലൈഫാണ്. കുട്ടിയുടെ 1, 2, 3 വർഷങ്ങളൊക്കെയാണ് കുട്ടിയുടെ ലൈഫിലെ വർഷങ്ങളാണ്. അത് വേസ്റ്റായി പോകരുത്. പിന്നെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്, നിങ്ങളുടെ പ്രതീക്ഷ, കുട്ടിയുടെ ആഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്തിട്ട് പിന്നെ ആ സ്ഥാപനത്തിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം തന്നെ നോക്കി കണ്ടുപിടിക്കുക. പിന്നെ അത്രയ്ക്കും ശരിക്കും എൻ്റെ അഭിപ്രായങ്ങൾ വേണമെന്നുള്ള ആളുകൾക്ക് എന്നെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ മെസ്സേജ് ചെയ്യാം. ഞാൻ അതിൻ്റെതായ കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള കുട്ടികളുടെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ തരാം. അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ അത് തീരുമാനം എടുക്കുക. നിങ്ങൾ വഞ്ചിതരാകരുത്. ഒരു സ്ഥാപനത്തിൻ്റെയും അഡ്വർടൈസ്മെൻറ്റോ റീൽസോ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് വഞ്ചിതരാകാതിരിക്കുക കേട്ടോ. ഓക്കെ, ബൈ. വേറൊരു വീഡിയോയുമായിട്ട് കാണാം.